ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വായന മരിച്ചെന്നുള്ള പ്രചാരണം തെറ്റാണെന്നും ഇപ്പോൾ വായന കൂടി വരികയാണെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. രാജ്യത്ത് പലയിടത്തും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ്കുമാർ. രാജ്യം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ക്രൂരതകളുടെ വിളയാട്ടകാലമായിരുന്നു അടിയന്തരാവസ്ഥ കാലമെന്ന് LDF കൺവീനർ മുക്കം മുഹമ്മദ്. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP യുവമോർച്ച പ്രവർത്തകർ DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനം. വിദ്യാലയങ്ങളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സബ് ഇൻസ്പെക്ടർ അനീഷ് ചെറുപ്പ രചിച്ച ഞാറ്റുവേല കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പുസ്തകം പുറത്തിറക്കി. വായന മരിച്ചെന്നുള്ള പ്രചാരണം തെറ്റാണെന്നും വായന കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് SI അനീഷ് ചെറുപ്പയുടെ കവിതാ സമാഹാരം ഞാറ്റുവേല ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. വായന മരിച്ചെന്നുള്ള പ്രചരണം തെറ്റാണെന്നും വായന കൂടി വരുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പുസ്തകങ്ങൾ വായനാശീലം വർദ്ധിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്നും ആശങ്കയാണ് കേൾക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അടുത്ത കാലത്ത് ആധികാരികമായി നടത്തിയ ഒരു സർവേയിൽ വായന കൂടി വരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഏത് തരത്തിലുള്ള വായനയാണ്, പുസ്തകം നിയമം നോക്കി വായിക്കലാണോ ആസ്വദിക്കലാണോ, അതിനെ സംബന്ധിച്ച് ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. വായന മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഏറെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്ന ഒരു കാലഘട്ടം, കോവിഡിന്റെ കാലഘട്ടം. വാസ്തവത്തിൽ നിങ്ങൾ പബ്ലിഷറോട് ചോദിച്ചോളൂ. DC രവിയോട് ഞാൻ ചോദിച്ചതാണ്, മാതൃഭൂമിയോട് ഞാൻ ചോദിച്ചതാണ്, നമ്മുടെ ടൂറിസ്റ്റ് ചോദിച്ചതാണ്. പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടമായിരുന്നു എന്നാണ് ഈ മൂന്നാളിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അതൊരു നല്ല ശുഭസൂചനയാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ, ഭാരതീയ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പൂർവികരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമായി ഞാൻ എന്നെ കാണുകയാണ്. അവർ പകർന്നു തന്ന ഒരു വെളിച്ചം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നാം വിജയിക്കുകയാണ്. CP പത്മചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഉത്തരമേഖല IG K സേതുരാമൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അനൂജ് പലിവാൾ, AS സന്തോഷ്, മുഹമ്മദ് ഉള്ളിയേരി, A അനീഷ് കുമാർ, TP മുസ്തഫ, രാജീവ് കോട്ടൂളി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തമ്പാൻ തോമസ് ഫൗണ്ടേഷൻ ഫോർ സോഷ്യലിസം ആൻഡ് ലേബർ എംപവർമെന്റ് പുരസ്കാരം ഗ്രോവാസുവിന് സമ്മാനിച്ചു. തമ്പാൻ തോമസ് ആണ് പുരസ്കാരം സമർപ്പിച്ചത്. ചടങ്ങ് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ്കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പലയിടത്തും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തമ്പാൻ തോമസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള പുരസ്കാരം ഗ്രോവാസുവിന് സമർപ്പിച്ചു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ തമ്പാൻ തോമസ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. യുവാക്കൾ പോലും ഭയം കൊണ്ട് നിശ്ചലമാവുകയും അനീതിക്കെതിരെ മൗനം അവലംബിക്കുകയും ചെയ്ത സമയത്ത് അനുവദിക്കുമായിരുന്ന ജാമ്യം നിരസിച്ച് ജയിലിൽ പോയ വാസുവേട്ടനെ പോലുള്ളവരാണ് ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ്കുമാർ പറഞ്ഞു.
അപ്പം വേറൊരു ശബ്ദം കേൾക്കാൻ താല്പര്യമില്ല, എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന നേതാക്കൾ ഉള്ള നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ ജയിലിലടയ്ക്കുന്നു, UPA ചുമത്തുന്നു, അവർക്ക് ജാമ്യമില്ല വകുപ്പുകളാണ് ചേർക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ അതിനെ എതിർക്കാം. പക്ഷെ അത് ഭീഷണിയാണെങ്കിലോ? അങ്ങനെ ഇത്രത്തോളം മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മളുടെ രാജ്യത്ത് നടക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരുടെ മുന്നിൽ മുട്ടുമടക്കാതെ, ആരാണ് മറോഷിത നടത്തി പറഞ്ഞ പോലെ നോക്കാതെ പോരാടുന്ന വാസുവേട്ടന്മാർ 10,000 ലക്ഷക്കണക്കിന് നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. 100 വയസ്സ് പിന്നിട്ട സ്വാതന്ത്ര്യ സമര സേനാനി സോഷ്യോ വാസു, അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പീഡനങ്ങൾക്കിരയായ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വിജയരാഘവൻ ചേലിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ NP ചേക്കുട്ടി, അബ്രഹാം മാനുവൽ, PK ദാമോദരൻ, EK ശ്രീനിവാസൻ, K അജിത, KS ഹരിഹരൻ, അഡ്വക്കേറ്റ് വിനോദ് സിംഗ് ചെറിയാൻ, മനോജ് T സാരംഗ്, കായിക്കര ബാബു, അഡ്വക്കേറ്റ് ടോമി മാത്യു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ക്രൂരതകളുടെ വിളയാട്ട കാലമായിരുന്നു അടിയന്തരാവസ്ഥ കാലമെന്ന് LDF കൺവീനർ ബുക്ക മുഹമ്മദ്. കേരള ഹ്യൂമൻ റൈറ്റ്സ് സംഘടിപ്പിച്ച ആദരിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം വരിച്ച എബ്രഹാം മാനുവലിനെ കേരള ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് ആദരമൊരുക്കി. പരിപാടി LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ ഇപ്പോൾ വീണ്ടും പ്രച്ഛന്നമായ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനർത്ഥം നരേന്ദ്രമോദി ഭരണഘടനയെ പകർത്തുന്നു, ഞങ്ങൾ ഇന്ന് ഭരണഘടനയെ സംരക്ഷിക്കുന്നവരാണ് ആ ഭരണഘടന ഉയർത്തുന്ന സന്ദേശം. യഥാർത്ഥത്തിൽ 50 വർഷക്കാലം മുമ്പ് ഈ ഭരണഘടന വളരെ പരസ്യമായി ചിന്തിക്കുക, നരേന്ദ്രമോദി ചെയ്തതിനേക്കാളും ഗൗരവമായ രൂപത്തിൽ ഈ ഭരണഘടനയെ ലംഘിച്ച ഇന്ത്യയുടെ ഭരണാധികാരി രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്ന വസ്തുത പുതിയ തലമുറ വിശ്വസിച്ചു. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടി വളരെ ചെറിയ കാലം കൊണ്ട് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നതാണ്. അഡ്വക്കേറ്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു. E ബേബി വാസൻ, PR സുനിൽ സിംഗ്, സുബൈർ അത്തൂളി, K ചന്ദ്രബാബു, PM കരുണാകരൻ, വിമൽ ജോർജ്, MS മെഹബൂബ്, K സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ BJP യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാനാഞ്ചിറ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് DDE ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP യുവമോർച്ച പ്രവർത്തകർ നടത്തിയ DDE ഓഫീസ് മാർച്ച് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു.
വിദ്യാഭ്യാസം അവകാശമായി കാണുന്ന കേരള സമൂഹത്തിൽ മുഴുവൻ A+ കിട്ടിയ കുട്ടികൾ പോലും അഡ്മിഷൻ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്ന് VK സജീവൻ ആവശ്യപ്പെട്ടു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജൂബിൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ സെക്രട്ടറിമാരായ പ്രശോഭ് കോട്ടൂളി, T റനീഷ്, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് ശശിധരൻ നാരങ്ങയിൽ, K ഷൈബു തുടങ്ങിയവർ പ്രസംഗിച്ചു. മാനാഞ്ചിറ സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് DDE ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. കൗൺസിലർമാരായ രമ്യ സന്തോഷ്, സരിത പറയേരി, നേതാക്കളായ രമണിഭായി, പ്രവീൺ തളിയിൽ, N ജഗന്നാഥൻ, NP പ്രകാശ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മാവൂർ റൂട്ടിൽ നിയന്ത്രണം വിട്ട കാർ പൂവാട്ടുപറമ്പ് പാറയിൽ ബസ് സ്റ്റോപ്പിന് സമീപം കടകളിലേക്ക് ഇടിച്ചു കയറി. എടവണ്ണപ്പാറയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടും ആളുകൾക്ക് പരിക്കും പറ്റി. ചൊവ്വാഴ്ച രാവിലെ 10:30 കോഴിക്കോട് മാവൂർ റൂട്ടിലാണ് അപകടം നടന്നത്. എടവണ്ണപ്പാറയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് പൂവാട്ടുപറമ്പ് പാറയിൽ ബസ് സ്റ്റോപ്പിന് സമീപത്തെ 2 കടകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വിന്റേജ് റോയൽ എൻഫീൽഡ് വർക്ക്ഷോപ്പിലേക്കും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ടൈൽ വിൽപ്പന കേന്ദ്രത്തിലേക്കുമാണ് കാർ ഇടിച്ചു കയറിയത്. അപകടത്തിൽ നിരവധി ബൈക്കുകൾക്കും ആളുകൾക്കും പരിക്കേറ്റു. പാറയിൽ വളവിൽ വെച്ചാണ് കാർ നിയന്ത്രണം വിട്ടതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. 12-ലധികം ബുള്ളറ്റുകളും 5-ലധികം ആളുകൾക്കുമാണ് പരിക്കേറ്റത്. സംഭവ സമയം കടകൾക്ക് സമീപവും റോഡരികിലുമായി ഉണ്ടായിരുന്ന ആളുകൾക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സമയം വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന ഒരാളുടെ ബൈക്കും സ്ഥാപന ഉടമയുടെ ഒരു കാറും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയറ BM UP സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. കുട്ടികൾ ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകി. കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. റാലി പ്രധാനാധ്യാപക ലൈസമ്മ വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പുതിയറ BM UP സ്കൂൾ ജാഗ്രത ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശവും പ്രതിജ്ഞയും റാലിയും നടത്തി. റാലിയുടെ ഫ്ളാഗ് ഓഫ് പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് നിർവഹിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ആയിഷ ഷിഫ ചൊല്ലിക്കൊടുത്തു. ലഹരി വിരുദ്ധ സന്ദേശഗാനം നിത രഞ്ജിത്ത് ആലപിച്ചു. സൂസൻ ആഗ്നസ്, ഷജീർ ഖാൻ വയ്യാനം, ആൻസി ചീരൻ, ജെസി ശാലിനി, VK നിജിന, ഷൈനി റോസ്, സ്മിത ലക്ഷ്മി എന്നിവരും സംസാരിച്ചു. ജോണി വന്നില്ലേടി, ഈ അമ്മച്ചിക്ക് എന്തുവാ? അവൻ എന്തെല്ലാം പഠിക്കാനുണ്ടെന്ന് അറിയാമോ? അമ്മച്ചിയുടെ കാലമൊന്നും അല്ല ഇപ്പം. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പഠിത്തം, കമ്പ്യൂട്ടർ ഏതാണ്ട് കുന്ത്രാണ്ടൊക്കെ പഠിച്ച് ദൈവവും ഇല്ല ദേവനും ഇല്ല. നശിച്ചു ഈ ലോകം. എവിടെ ചെന്ന് അവസാനിക്കുമോ ആവോ. ആഹാ, മോൻ വന്നോ? മോൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു. മമ്മി മോന് പാലും സാൻഡ്വിച്ചും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പോയി കഴിക്കേ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
the real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം വാർഷിക പൊതുയോഗം ചേർന്നു. വനിതാ സമ്മേളനം, ബാലയുവജന സമ്മേളനം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും സംഘടിപ്പിച്ചു. സംഘടനയിലെ വിവിധ വിഭാഗങ്ങൾക്കായി പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം സുധീർ നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. സുനിൽ നമ്പീശൻ അധ്യക്ഷനായിരുന്നു. PV കൃഷ്ണകുമാർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാമചന്ദ്രൻ പന്തീരടി, കേന്ദ്ര ജനറൽ സെക്രട്ടറി TR ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. N സോമൻ നമ്പീശൻ വാർഷിക റിപ്പോർട്ടും E വിജയകുമാർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി MAP നമ്പീശൻ, E രാജൻ, സുജാത കൃഷ്ണകുമാർ, ദിനേശ് കുമാർ VN, KP മോഹനൻ, മുരളീധരൻ PD, രവീന്ദ്രൻ NP എന്നിവരെ തിരഞ്ഞെടുത്തു. വനിതാ വേദി പ്രസിഡന്റായി വിലാസിനി വിജയൻ, സെക്രട്ടറിയായി സിന്ധു ധന്യേഷ്, ട്രഷററായി ഗിരിജ സുജിത്ത് എന്നിവരെയും യുവവേദി പ്രസിഡന്റായി സായുജ് A, സെക്രട്ടറിയായി സ്നേഹ സുനിൽ, ട്രഷററായി സാരംഗ് രമേശ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ബാലവേദിയിലെ പുതിയ ഭാരവാഹികളായി ഗംഗ PM, നവാതേജ് N, അഞ്ജന V എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. പരിപാടിയിൽ ഈ വർഷത്തെ SSLC, +2, LSS, USS, സംസ്കൃതം, കേന്ദ്ര ടാലന്റ് സെർച്ച് പരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. GMIയുടെ ആഭിമുഖ്യത്തിൽ സംരംഭക സംഗമം സംഘടിപ്പിക്കുന്നു. ജൂൺ 28-ന് താജ് ഹോട്ടലിൽ നടക്കുന്ന സംഗമം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാവിധ സംരംഭകർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത് 28-ന് 3 മണിക്ക് മേയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്നേ ദിവസം തന്നെ വൈകുന്നേരം പുതിയ MP ആയ രാഘവൻ MP നമ്മൾ ഈ പരിപാടിയിൽ ആദരിക്കുന്നതായിരിക്കും. ഇതിൽ എല്ലാവിധ ബിസിനസ്സുകാർക്കും പുതിയതായി തുടങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർക്കും ഒരു 3 മണിക്കൂർ കൊണ്ട് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അർബൻ ഡെവലപ്മെന്റിലെ സംരംഭകർക്ക് മുഖ്യ പങ്കാണുള്ളത്. കോഴിക്കോട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ സംരംഭകരും നിക്ഷേപകരും ആണ് അതിൻ്റെ നെടുത്തൂടെ നിലനിർത്തിയത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഗ്രേറ്റർ മലബാർ ഇനിഷ്യേറ്റീവ് ഇവിടെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സംരംഭകർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭക സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 28 വെള്ളിയാഴ്ച താജ് ഗേറ്റ്വേ ഹോട്ടലിലാണ് പരിപാടി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള രഹസ്യങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ PP വിജയൻ സംസാരിക്കും. സംരംഭകരുടെ സാധ്യതകളും പരിമിതികളും എന്ന വിഷയത്തിൽ ചർച്ചയും നടക്കും. സംഗമത്തിന്റെ ഭാഗമായി പ്രമുഖ സംരംഭകരുമായി ആശയവിനിമയം നടത്താനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ MK രാഘവൻ MPയെ ആദരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8:30 വരെയാണ് പരിപാടി. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 8589933933 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് പ്രസിഡന്റ് PC റഷീദ്, ജോയിന്റ് സെക്രട്ടറി ക്യാപ്റ്റൻ KK ഹരിദാസ്, സുനീഷ് കോവൂർ, ഷംന സാഫിയ, സുൾഫിക്കർ അലി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചാലപ്പുറം സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മിടുക്കരായ വിദ്യാർത്ഥികളെ ആദരിച്ചു. കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ഉപഹാരങ്ങൾ സ്വീകരിച്ചു. ചാലപ്പുറം സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചാലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തിന് വലിയ പ്രാധാന്യവും പല പ്രത്യേകതകളുമുള്ള പ്രദേശമാണ്. ദേശീയ പ്രസ്ഥാനത്തോളം തന്നെ പേരുകേട്ട നാടാണ് ചാലപ്പുറം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും പറയാറുള്ളൊരു പേരാണ് ചാലപ്പുറം. ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി രൂപംകൊണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ആസ്ഥാനമാണ് ഈ ചാലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. അതിലൊക്കെ
നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും അഭിമാനമെന്നും നമ്മൾ മനസ്സിലേറ്റുന്ന മതനിരപേക്ഷമായ ഒരിടം അത് ചാലപ്പുറത്തിൻ്റെ വാക്കുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ചാലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തലമുറകളായി കാത്തു സൂക്ഷിച്ച് അങ്ങനെയൊരിടം ഈ തലമുറയും ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് കാലത്തോട് വിളിച്ചു പറയുന്ന ഇന്നത്തെ പ്രദേശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തിന്റെ പേരായി ചാലപ്പുറം മാറുകയാണ്. പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് പി കെ കൃഷ്ണനുണ്ണി രാജ അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരികളായ AT അബ്ദുള്ളക്കോയ, KP രാമചന്ദ്രൻ, ഐപ്പ് തോമസ്, രാകേഷ് കണ്ടിയിൽ, കാലിക്കറ്റ് സിറ്റി കോഓപ്പറേറ്റീവ് ബാങ്ക് സാരഥികളായ വനജ S നായർ, K മനോജ് കുമാർ, A സുരേന്ദ്രൻ, KK ഹാജിക്കോയ, E പ്രസൂൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഫറോക്ക് CISE മലബാർ റീജിയൻ F-സോൺ ഫുട്ബോൾ മത്സരങ്ങൾക്ക് കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുമുള്ള 16 ടീമുകളാണ് അണ്ടർ 14, അണ്ടർ 19 വിഭാഗങ്ങളിൽ മത്സരിക്കുന്നത്. സന്തോഷ് ട്രോഫി കേരള ടീം അംഗം PT മുഹമ്മദ് ബാസിത്ത് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ ജോൺസ് അധ്യക്ഷനായിരുന്നു. CISE റീജിയൻ സ്പോർട്സ് കോർഡിനേറ്റർ RP ബിനീഷ്, വൈസ് പ്രിൻസിപ്പൽമാരായ KV അനൂപ്, CH നിഷീന, വിജി ജോയ് എന്നിവർ സംസാരിച്ചു. കായികാധ്യാപകരായ ജെയ്സ് ജോസഫ്, സനില നിഖിൽ, അധ്യാപകരായ രജനി പ്രവീൺ, എനോഷ് എബ്രഹാം, ശരത് ലാൽ, സിന്ധു ശർമിഷ്ഠ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി ഓഫ് എക്സ് സർവീസ്മെൻ അംഗങ്ങൾക്ക് സുരക്ഷാ പരിശീലന ക്ലാസ് നൽകി. മോഷണ ശ്രമം തടയൽ, വീടുകളിലും കെട്ടിടങ്ങളിലും ഫ്ളാറ്റുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും തീപിടുത്തം തടയുന്നതിനായി ഫയർ ആൻഡ് സേഫ്റ്റി പരിശീലനം എന്നിവയാണ് നൽകിയത്. തിരുവനന്തപുരത്തെ അംഗീകൃത ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ റിട്ടയർഡ് ക്യാപ്റ്റൻ S സന്തോഷ് കുമാർ ക്ലാസ് എടുത്തു. ഇന്ത്യൻ ആർമിയിലെ വെപ്പൺ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടറായിരുന്ന റിട്ടയർഡ് സുബേദാർ AK സുഗുണൻ അധ്യക്ഷനായി. സൊസൈറ്റി ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ, റിട്ടയർഡ് ഹവിൽദാർ E ബാലകൃഷ്ണൻ, സൊസൈറ്റി ഡയറക്ടർമാരായ K ബാബു, K ശോഭന എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വായന മരിച്ചെന്നുള്ള പ്രചാരണം തെറ്റാണെന്നും ഇപ്പോൾ വായന കൂടി വരികയാണെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. രാജ്യത്ത് പലയിടത്തും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാർ. രാജ്യം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ക്രൂരതകളുടെ വിളയാട്ടകാലമായിരുന്നു അടിയന്തരാവസ്ഥ കാലമെന്ന് LDF കൺവീനർ മുക്കം മുഹമ്മദ്. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP യുവമോർച്ച പ്രവർത്തകർ DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലോക ലഹരിവിരുദ്ധ ദിനം, വിദ്യാലയങ്ങളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.